നമസ്കാരം. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീ മമ്മൂട്ടിയെപ്പോലെ ഗതികെട്ടൊരു മനുഷ്യൻ കേരളത്തിലില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, കണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് അദ്ദേഹം പോലും അറിയാത്ത പല കാര്യങ്ങൾക്കുമായി അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കാലാകാലങ്ങളായിട്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നു എന്നുള്ള പേരിൽ മറ്റു പലരെയും പോയി അസഭ്യം പറയുക. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പേരൻപ് എന്നുള്ളൊരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിന് നാഷണൽ അവാർഡ് ലഭിക്കണമെന്നും പറഞ്ഞ് അന്നത്തെ നാഷണൽ അവാർഡ് ജൂറി ചെയർമാനായിട്ടുള്ള രാഹുൽ റവേലിനെ ഒരുപാട് അസഭ്യം പറയുകയും അതിനെ തുടർന്ന് അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് പ്രാദേശിക ജൂറിയിൽ നിന്ന് പോലും ആ സിനിമ കടന്നു വന്നിരുന്നില്ല എന്നുള്ള സത്യം പുറത്തുവിടുകയും ഒടുവിൽ മമ്മൂട്ടിക്ക് രാഹുൽ റവേലിനോട് മാപ്പ് പറയേണ്ട അവസ്ഥ വരെയും മമ്മൂട്ടിയുടെ ഈ സോക്കോൾഡ് ആരാധകരെന്ന് പറയപ്പെടുന്ന ഈ ഒരു വൃത്തികെട്ട വൃന്ദം ചെയ്തു കൂട്ടിയിരുന്നു. അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഗതികേടാണത്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് അടർത്ത് മാറ്റി അല്ലെങ്കിൽ വ്യാജമായി തന്നെ നരേന്ദ്രമോദിക്കും BJPക്കും RSSനും ഒക്കെ എതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഏറെക്കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്യാമ്പയിനായിരുന്നു അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കാത്തത്. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനോഭാവമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചായ്വുള്ളൊരു അനുഭാവമുള്ളൊരു വ്യക്തിയായതുകൊണ്ടാണ് എന്നുള്ള ആരോപണങ്ങൾ നിരവധി വന്നിരുന്നു. ഒടുവിൽ പത്മഭൂഷണ പുരസ്കാരം അദ്ദേഹത്തിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ലഭിച്ചു. മുൻപുള്ള ഒരു സർക്കാരും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പത്മശ്രീ കൊടുത്തിരുന്നു. അതിനുശേഷം ഏറെക്കാലം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോഴാണ് അത് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഗതികേട് പുതിയൊരു രൂപം പ്രാപിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഒരു കേരള വിരുദ്ധനായി തന്നെ പ്രഖ്യാപിച്ച് കളയുമോ എന്നുള്ള ഭീതിയിലാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഗതികേട് അത്തരത്തിലാണ് പോകുന്നത്. പ്രശ്നം മറ്റൊന്നുമല്ല, പത്മഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുവാനായി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം വളരെ ഭവ്യതയോടെ വണങ്ങിയെന്ന് മാത്രമല്ല, അതൊരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗം കൂടിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും, ദുൽഖർ സൽമാനും അദ്ദേഹത്തിൻ്റെ പത്നിയും മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ പത്നിയും ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിയുമായിട്ടൊരു സ്വകാര്യ സന്ദർശനം നടത്തുകയും ചെയ്തു. ആ സന്ദർശന വേളയിൽ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് രസകരമായ പല കാര്യങ്ങളുമുണ്ട്. മമ്മൂട്ടിയുടെ കൈ പിടിക്കാത്ത നരേന്ദ്രമോദി ദുൽഖർ സൽമാൻ്റെ കൈ പിടിച്ച് വളരെ വാത്സല്യത്തോടു കൂടി നിൽക്കുന്നു. അങ്ങനെയുള്ള പല രസകരമായിട്ടുള്ള നിരീക്ഷണങ്ങളും പലരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷേ ആ ചിത്രം ചില്ലറ അസ്വസ്ഥതയൊന്നുമല്ല. ദുൽഖർ സൽമാൻ്റെ കൈ പിടിച്ചത് മാത്രമല്ല, മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും, മകളില്ല, ദുൽഖർ സൽമാനും പത്നിയും മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ പത്നിയും, ഇവരെല്ലാവരും നരേന്ദ്രമോദിയോടൊപ്പം വളരെ ചിരിച്ച് സന്തോഷവാന്മാരായും സന്തോഷവതികളായും നിൽക്കുന്ന ആ ചിത്രം ചില്ലറ അസ്വസ്ഥതയൊന്നുമല്ല. കേരളത്തിലെ ചില സമൂഹങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ജിഹാദികളുടെ ഇടയിൽ ആ ഒരു അസ്വസ്ഥതയുണ്ട്. ജിഹാദികളുടെ വായ്ത്താളം അല്ലെങ്കിൽ വായ്ത്താളപ്പാട്ടുകാരായി നടക്കുന്ന ചിലരുണ്ട്. ഈ ജാതിക്ക് മാത്രം ഡയറ്റിൽ ഉൾപ്പെടുന്ന ശ്യാംകുമാറിനെ പോലുള്ളവർ, സണ്ണി കബിക്കാട്, ഇപ്പോൾ പുതിയ അവതാരങ്ങളും വന്നിട്ടുണ്ട്. ആ അവതാരങ്ങളാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പുതിയ ഗതികേടിന് കാരണം. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ചില്ലറ അസ്വസ്ഥതയൊന്നുമല്ല ആ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു മമ്മൂട്ടിക്ക് നേരിട്ടൊരു ആക്രമണം ഉടനെ ഉണ്ടാകില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അതിനൊരു ഉദാഹരണം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം തട്ടമിടാതെ, സ്ത്രീകൾ തട്ടമിടാതെ നിന്നു കഴിഞ്ഞാൽ വിമർശനങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ആസിഫ് അലിയെ പോലുള്ളവർ മൂകാംബിക സന്ദർശനം നടത്തിയാലോ, ഇർഫാൻ പട്ടാൻ്റെ പത്നി തട്ടമിടാതെ നടന്നാലോ ഒക്കെ ഇവർ രൂക്ഷമായ വിമർശനങ്ങൾ. മലയാളത്തിൽ പോയി ഇർഫാൻ പട്ടാൻ്റെ പേജുകളിൽ അസഭ്യവർഷം നടത്തുന്നവരാണിവർ, ഈ ജിഹാദികൾ. അത്തരത്തിലുള്ളൊരാക്രമണം മമ്മൂട്ടിക്ക് നേരെ ഉണ്ടാകില്ല. കാരണം മമ്മൂട്ടിയുടെ സ്ഥാനമെന്നുള്ളത്, അദ്ദേഹം നേടിയെടുത്ത സ്ഥാനം, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത കേരള സമൂഹത്തിനിടയിലുള്ള സ്ഥാനം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തി നേരിട്ട് ചെയ്താൽ ചിലപ്പോൾ പണി വരുന്ന വഴി അറിയില്ല എന്ന് ഗ്രാമ്യമായി പറയാം. എന്നാൽ പൊതിഞ്ഞുള്ള ആക്രമണങ്ങൾ മമ്മൂട്ടിക്ക് നേരെ തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പുതിയ ആക്രമണകാരി, യുദ്ധഭൂമിയിലെ പുതിയ സമരഭടൻ എന്ന് വിളിക്കാവുന്നത് PV ഷാജികുമാറാണ്. PV ഷാജികുമാർ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിക്കും, ശ്യാംകുമാറും സണ്ണി കബിക്കാടും സുനിൽ P ഇളയിടവും ഒക്കെ ആരാണ്? അവരൊക്കെ ആരാണോ അതുപോലൊരു പുതിയ സമരഭടനാണ് PV ഷാജികുമാർ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു വിശേഷണമൊന്നുമില്ല. ഡോക്ടറേറ്റോ വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ സുനിൽ P ഇളയിടത്തിനും ഡോക്ടറേറ്റൊക്കെ ലഭിച്ചിട്ടുണ്ട്, PhD ഒക്കെ ലഭിച്ചിട്ടുണ്ട്, പുരസ്കൃതനാണ്. ആ പുരസ്കാരങ്ങളൊക്കെ എങ്ങനെ കിട്ടി, എങ്ങനെ നേടി എന്നുള്ളതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു പുതിയ സമരഭടനാണ് PV ഷാജികുമാർ. ഷാജികുമാറിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഭ്രമയുഗം എന്ന സിനിമ മമ്മൂട്ടിയുടെ സമീപകാലത്ത്
നിരൂപകർ ഏറ്റവും ആഘോഷിച്ച സിനിമകളിലൊന്നാണ്. ഓസ്കാറിന് വരെ അയക്കണമെന്നുള്ള ആ സിനിമയുടെ കുറിച്ചും എനിക്ക് വ്യക്തിപരമായി വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതുമൊന്ന് ചെറുതായി സൂചിപ്പിക്കാം അവസാനം. പക്ഷേ ഇപ്പോൾ പറയുന്ന വളരെ കേരളത്തിൽ നിരൂപകരൊന്നടങ്കം, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ യൂട്യൂബിലെ ഭരദ്വാജ രംഗൻ ഉൾപ്പെടെയുള്ളവർ, ഭരദ്വാജ രംഗൻ ഒരല്പം ക്രെഡിബിലിറ്റി കൂടുതലുള്ള ഒരു നിരൂപകനാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇതിനെ പ്രകീർത്തിച്ചതാണ്. ആ സിനിമ ഓസ്കാറിന് അയച്ചിരുന്നു. ഓസ്കാറിലൊരു പ്രത്യേക പ്രദർശനം നടന്നിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചു എന്നുള്ള തരത്തിൽ പ്രചരണം നടന്നിരുന്നൊരു സിനിമയാണെന്ന് ഓർക്കണം. ആ സിനിമ ഇപ്പോൾ ഒരു സവർണ സിനിമയായി മാറിയിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ടൊരു ബ്രാഹ്മണൻ ചാത്തനെ, അതായത് അവർണൻ്റെ പ്രതീകമായ ചാത്തനെ ബന്ധിച്ചിടുന്ന കഥയാണത് എന്നാണ് ഷാജികുമാറിൻ്റെ വിദഗ്ധാഭിപ്രായം. കാര്യം പ്രമേയം അത് ശരി തന്നെയാണ്. ഒരു ബ്രാഹ്മണൻ ചാത്തനെ ബന്ധിക്കുന്നു. ചാത്തനൊരു ദുഷ്ടസ്വരൂപിയായിട്ടാണ് അതിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതാണ് പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് മമ്മൂട്ടി ഇരട്ടി വെളുത്തപ്പോഴത്തേക്ക് സവർണനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പൊതിഞ്ഞ ആക്രമണത്തിൻ്റെ അന്തസാരം. കാരണം മറ്റൊന്നുമല്ല, നരേന്ദ്രമോദിക്ക് കൈ കൊടുത്താൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒപ്പം നിന്ന് ചിരിച്ച് പടത്തിനോ വീഡിയോയ്ക്കോ പോസ്റ്റ് ചെയ്താൽ സവർണനാകും. ഈ നരേന്ദ്രമോദിയുടെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ യോജന പോലെ എന്നോടൊപ്പം ചിത്രമെടുക്കൂ സവർണനാകൂ എന്നുള്ളൊരു യോജന കേന്ദ്ര സർക്കാർ തുടങ്ങുന്നത് നന്നായിരിക്കും. കാരണം ഈ സവർണവർഗത്തിലേക്ക് ശ്യാംകുമാറിനും സണ്ണി കബിക്കാടിനുമൊക്കെ ജാതിക്ക വേവിച്ചോ വേവിക്കാതെയോ കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഷാജികുമാരന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ പ്രമോഷൻ കൊടുക്കാൻ, സ്ഥാനക്കയറ്റം കൊടുക്കുവാൻ അത് ഉപകരിക്കും. കാരണം കൃത്യമായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെന്നില്ല. മമ്മൂട്ടി എന്തായാലും താമസിയാതെ സവർണനാകും. സവർണ ബിംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭ്രമയുഗം പോലുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വീക്ഷണകോണ് അത്ര ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ലേഖനങ്ങൾ തുടരെ വരും. അൺലെസ് അൺടിൽ മമ്മൂട്ടി മറ്റേതെങ്കിലും തരത്തിൽ ഗുജറാത്തിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ ഗോദ്ര നടക്കില്ലായിരുന്നു ഇതിന് സമാനമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയില്ലെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം അത് ഉടനെ ചെയ്യുവാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. ഇതൊക്കെ മമ്മൂട്ടി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ബാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. കേരള സമൂഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് പറഞ്ഞാണ്. ആധുനിക കാലത്തെ കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വികട ബുദ്ധിജീവികൾ അല്ലെങ്കിൽ വിഷജീവികൾ പ്രവർത്തിക്കുന്ന ഒരു രീതി പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ PV ഷാജികുമാർ ഈ ഭ്രമയുഗം എന്ന ചിത്രത്തിനെക്കുറിച്ച് വളരെ ബൗദ്ധികമായി നടത്തിയ നിരീക്ഷണത്തിൽ ഭ്രമയുഗത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാനത് പലപ്പോഴും പ്രേക്ഷകരുമായിട്ട് ഇടയ്ക്കിടെയൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. സിനിമാ നിരൂപണം തത്വമയി ന്യൂസിൻ്റെ ഒരു പ്രധാന ഭാഗമല്ലെങ്കിൽ പോലും ഭ്രമയുഗം എന്നുള്ള ചിത്രം അടിസ്ഥാനപരമായിട്ട് ഡ്രാക്കുളയിൽ നിന്ന്, ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതല്ല, കൃത്യമായും അടിച്ചു മാറ്റപ്പെട്ട ഒരു സാധനമാണ്. അതിൻ്റെ നിർമ്മാണത്തിലെ ഒരു ദാരിദ്ര്യം മറച്ചു വയ്ക്കാനാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുളയെ മലയാളീകരിക്കുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതത്തിലൊട്ടാകെ സനാതനധർമ്മത്തിൽ അടിസ്ഥിതമായ ചരിത്രങ്ങളിലും ഐതിഹ്യങ്ങളിലും ഈ നാട്ടുകഥകളുണ്ടല്ലോ, പ്രാദേശികമായി പ്രചരിക്കുന്ന നാട്ടുകഥകളിലൊന്നും കൃത്യമായൊരു വില്ലനോ നായകനോ ഒരിക്കലും ഉണ്ടാകില്ല. ഒരു പ്രവൃത്തിയിൽ നല്ലത് ചെയ്യുന്നവൻ ആ പ്രവൃത്തിയിൽ നല്ലതല്ലാത്തത് ചെയ്യുന്നവൻ, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതിൽ നല്ലതല്ലാത്തത് ചെയ്യുന്നവൻ കാലം കടക്കുമ്പോൾ നല്ലത് ചെയ്യുന്നവനായി മാറിയേക്കാം. അങ്ങനെ ഒരു ഗുഡ് വേഴ്സസ് ഈവിൾ എന്നൊരു തത്വം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രാക്കുളയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഡ്രാക്കുള പ്യുവർ ഈവിളാണ്. അങ്ങനെയുള്ളൊരു പ്രതീകം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് ചാത്തനെ പിടിച്ച് ദുഷ്ടനാക്കി. നമ്പൂതിരി, മന്ത്രമറിയാവുന്ന നമ്പൂതിരി, അക്കാലത്ത് മന്ത്രമറിയാവുന്നൊരു ക്രിസ്ത്യൻ പാതിരിയായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ കത്തനാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പോലും മലവേടന്മാരുടെ അവിടെ പോയി പഠിച്ചതാണ്. അങ്ങനെ കൊണ്ടുവരേണ്ടി വന്നു. പക്ഷേ അപ്പോൾ ഈ കൊടുമൺ പോറ്റി ഇല്ലം ആ ഒരു ദുരൂഹതയൊന്നും കൊണ്ടുവരുവാൻ സാധിക്കില്ല. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ചെയ്ത് കുരിശും മറ്റുമൊക്കെ കാണിച്ചാൽ അത് വെറും ക്ലീഷേ ഹൊററായി പോകും. മാത്രമല്ല ഡ്രാക്കുളയുമായിട്ട് നേരിട്ടുള്ള സാമ്യം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു ഇല്ലത്തിൻ്റെ പശ്ചാത്തലത്തിലാക്കിയത്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സവർണോദ്ദേശം സംവിധായകനോ തിരക്കഥാകൃത്തിനോ മമ്മൂട്ടിക്കോ ആ ചിത്രത്തിലില്ല. അടിസ്ഥാനപരമായിട്ട് അതൊരു ബിലോ ആവറേജ് ചിത്രമാണ്. ഓസ്കാറിനൊന്നും പോകേണ്ട കാര്യമില്ല. അവിടെ പോയി നടന്ന പ്രത്യേക പ്രദർശനം എന്ന് പറയുന്നത് ഒരു സമാനത പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്റർ വാടകയ്ക്കെടുത്ത് സിനിമ പ്രദർശിക്കുമല്ലോ, അതിന് സമാനമായൊരു രീതിയാണ്. അല്ലാതെ ഓസ്കാർ സമിതി പ്രത്യേകമായി ഇവിടെ വരൂ ഭ്രമയുഗം പ്രദർശിപ്പിക്കൂ എന്ന് പ്രത്യേകമായി ആഗ്രഹിച്ച് ക്ഷണിച്ചു കൊണ്ടുപോയതല്ല ആ പ്രക്രിയ.
അതുകൊണ്ട് തന്നെ അതിനും വലിയ പ്രസക്തി ഒന്നുമില്ല. ഈ പ്രചാരണമൊക്കെ നടന്നോട്ടെ. ഇവിടെ നടക്കുന്ന അതിൻ്റെ പ്രകീർത്തിക്കലും പ്രചാരണങ്ങളും ഭരദ്വാജരങ്ങനെ പോലുള്ളവർ പോലും വ്യത്യസ്തമായൊരു സിനിമ കണ്ടപ്പോൾ ഒന്നെങ്കിൽ പ്രകീർത്തിച്ച് പോയതാകാം, അല്ലെങ്കിൽ മമ്മൂട്ടി പോലുള്ളവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ആ സിനിമയ്ക്ക്, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയാണല്ലോ അതിൻ്റെ പിന്നിൽ സാമ്പത്തിക സ്രോതസ്സായി പ്രവർത്തിച്ചിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാകാം. അത് എന്തുമായിക്കോട്ടെ. പക്ഷേ ഈ ഒരു ചിത്രം ഇപ്പോൾ ഇത്ര കൂലങ്കുഷമായ വിശകലനത്തിന് വിധേയമാകുന്നത്, അതും കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട്, ഇപ്പോൾ അതിൻ്റെ പശുവും ചത്തും മോരിലെ പുളിയും പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ ചിത്രത്തെ ഇപ്പോൾ നിരൂപണം ചെയ്യണമെങ്കിൽ ഷാജികുമാറിൻ്റെ നിരൂപണ ഉദ്ദേശം അത്ര സംശുദ്ധമല്ല എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, സ്വച്ഛ ഭാരത് അഭിയാൻ, അതുപോലെ പടമെടുക്കൂ സവർണനാകൂ എന്നൊരു യോജന കൂടി നരേന്ദ്രമോദിജി തുടങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ജാതി വ്യവസ്ഥ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും അത്. കാരണം അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജാതിക്ക് പ്രസക്തി ഇല്ലാതാകും. നരേന്ദ്രമോദിയോട് ഒപ്പം നിന്ന് ചിത്രമെടുക്കുന്നവരെല്ലാം സവർണനാകും. നാളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ശ്യാംകുമാറിനെയൊക്കെ നരേന്ദ്രമോദിയുടെ കൂടെ നിർത്തി ചിത്രമെടുക്കുക, സവർണനാക്കുക, പറഞ്ഞു വിടുക. ഇനി മേലാൽ ജാതിക്ക കഴിച്ചു പോകരുത്, നാളെ മുതൽ പേരയ്ക്ക മാത്രമേ കഴിക്കാവൂ എന്നൊരു കർശന നിർദ്ദേശവും കൊടുത്ത് പറഞ്ഞു വിടുക. സുനിൽ പി ഇളയിടത്തിനെ കൊണ്ടുപോകേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ, നരേന്ദ്രമോദിക്കൊക്കെ ഒരു നിലവാരമില്ലേ. ശ്യാംകുമാറിൻ്റെയും കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് ശരി. എന്നാലും കൃത്യമായിട്ട് അദ്ദേഹത്തെ ഉടനെ സവർണവൽക്കരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം കേരള സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതാണ് പറഞ്ഞത്. മമ്മൂട്ടിയുടെ ഗതികേടാണിത്. തന്നെയുമല്ല, നരേന്ദ്രമോദിജിയോട് പുതിയൊരു പദ്ധതി തുടങ്ങുവാനുള്ള, ചിത്രമെടുക്കൂ സവർണനാകൂ പദ്ധതി തുടങ്ങുവാനുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാണ് ഈ വീഡിയോ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ യാത്രയിൽ ദേശീയതയോടൊപ്പം തത്വമയി ന്യൂസിനൊപ്പം ഒരു കുടുംബാംഗമായി നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവുക. അപ്പോൾ വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.